ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾ എന്തിനടുത്ത് രണ്ടാമത് കയറി വന്നത്? ആ ചോദ്യം ചോദിക്കാൻ തന്നെ ആയിരുന്നില്ലേ? എനിക്കും അങ്ങനെ തോന്നിയത്. അവളത് രാധികയോട് പറയുന്നോ? അറിഞ്ഞൂടാ. രാധിക എന്തിനാ ഇവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നത് ഫിദ മാഡത്തിനെ ഒന്ന് പരിചയപ്പെടാനാ. ഫിദയ്ക്ക് നിന്നെ നല്ല പരിചയമുണ്ടല്ലോ. അന്ന് ലൊക്കേഷനിൽ വെച്ച് നീ കാണിച്ചതൊക്കെ ഫിദ നേരിട്ട് കണ്ടതല്ലേ? അതിന് മാപ്പ് ചോദിക്കാൻ കൂടിയാ ഞാൻ വന്നത്. സ്വന്തം സഹോദരിയെ കൊല്ലാൻ ശ്രമിക്കുന്നതും കള്ളിയാക്കാൻ ശ്രമിക്കുന്നതൊക്കെ മാപ്പ് അർഹിക്കാത്ത തെറ്റാ. നീ നല്ലവളെ പോലെ നടിച്ചാലേ ഈ പാവം അത് വിശ്വസിക്കായിരിക്കും. മറ്റുള്ളവരെ അത് വിശ്വസിപ്പിക്കാനായിട്ട് ഇറങ്ങണ്ട. നീ പുറത്തു പോ. മാഡം, പ്രിയങ്കിപ്പം അങ്ങനെയൊന്നും അല്ല. അവളിപ്പം നല്ല രീതിയിൽ എന്നോട് പെരുമാറുന്നത്. അതാ ഫിദ മാഡത്തിനെ കാണുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ കൂടെ കൂട്ടിയേ. രാധിക, വളരെ മാന്യമായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം ഇത്. ഇവിടെ ഞാൻ ആവശ്യമില്ലാത്ത ആളുകളെ പെർമിറ്റ് ചെയ്യില്ലെന്ന് കുട്ടിക്കറിയില്ലായിരുന്നോ? ആ മാഡം, പ്രിയങ്ക വന്നത് ഫിദയോട് സോറി പറയാനാണത്രേ. എനിക്കൊന്നും കേൾക്കണ്ട. ഞാനത് വിശ്വസിക്കുകയില്ല. ഞാൻ ഫിദ മാഡത്തിന്റെ കാല് പിടിക്കാം. മാഡം, അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ ചേച്ചിയോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടേ ഇല്ല. ചേച്ചിയോട് ചോദിച്ചു നോക്ക്. മാഡം, അവളോട് ക്ഷമിക്കണം, എനിക്ക് വേണ്ടി. ഓക്കെ, രാധിക മോള് പറഞ്ഞതല്ലേ, ഞാനത് തള്ളിക്കളയാറില്ല. അതുകൊണ്ട് മാത്രം ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാം. താങ്ക് യു മാഡം. പിന്നെ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഞാൻ ഈ ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് സിനിമയിൽ ഒന്നും ആയിത്തീരാൻ പറ്റാത്തതുകൊണ്ടാ. മാഡത്തിന് മറ്റു ഭാഷകളിലെ ഡയറക്ടർമാരെ പരിചയം ഉണ്ടാവുമല്ലോ. ആരോടെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്താ. എനിക്ക് അങ്ങനെ ഡയറക്ടേഴ്സിനൊന്നും പരിചയമില്ല. എനിക്ക് ആകെ ബന്ധമുള്ളത് മ്യൂസിക് ഫീൽഡിലാ. രാധികയെ പോലെ പാടാനുള്ള കഴിവുണ്ടോ കുട്ടിക്ക്? എങ്കിൽ നോക്കാം. അല്ല മാഡം, മാഡം മുൻപ് രാധിക ചേച്ചിക്ക് അഭിനയിക്കാൻ ചാൻസ് വാങ്ങിച്ചു കൊടുത്തല്ലേ? ആ ഡയറക്ടർ അടുത്തെങ്കിലും. നോക്കാം. കുട്ടി പൊയ്ക്കോളൂ. രാധിക, ക്ലാസ്സിലേക്ക് പോകുന്നില്ലേ? പോവാ മാഡം. എന്നാ ചെല്ല്. പ്രിയ, ഞാൻ ക്ലാസ്സിലേക്ക് പോവാ. വന്ന കാര്യം പറഞ്ഞില്ലേ? അതിനുള്ള മറുപടിയും ഞാൻ തന്നു. പിന്നെന്തിനാ നിൽക്കുന്നു? ഒന്നുമില്ല, ഞാൻ പോവാ. ചെല്ല്. എങ്ങനെ എടുത്തി ഇവൾക്ക് ഇതൊക്കെ സാധിക്കുന്നു? എങ്ങനെ സാധിക്കുന്നു ചോദിച്ചാ രാധിക മോള് അത്രയ്ക്ക് പാവമായതുകൊണ്ട്. അവളുടെ ഉദ്ദേശങ്ങളൊന്നും നല്ലതല്ല. രാധിക മോളോട് അവളിൽ നിന്നും അകലം പാലിക്കാൻ പറയണം.
പറയാം. എന്താ? ഇതാരുടെ ഫോട്ടോയാ മാഡം? അത് അത് ശ്യാമ മേഡോ, സിംഗർ. ശ്യാമ മേഡവും എന്റെ ചേച്ചിയും ഒരുപോലാണല്ലോ ഇരിക്കുന്നത്. ചേച്ചി സിനിമയിൽ പാടിപ്പിച്ചത് ശ്യാമ മേഡം അല്ലേ? ശ്യാമ മേഡത്തിന് എന്തായാലും ഒരുപാട് ഡയറക്ടേഴ്സിനെ പരിചയം ഉണ്ടാവുമല്ലോ. ഞാൻ ചേച്ചിയും കൂട്ടി ഒരു ദിവസം ശ്യാമ മേഡത്തിന്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് നേരിട്ട് ചാൻസ് വയ്ക്കും. എന്നാ ശരി മാഡം, ഞാൻ പോട്ടെ. പ്രിയങ്ക ഒന്ന് നിന്നേ. എന്താ മാഡം? അത് കുട്ടി ചാൻസിന്റെ കാര്യം പറഞ്ഞപ്പോ രാധികയോട് ചെയ്ത കാര്യങ്ങൾ വെച്ച് ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. ചാൻസ് അത് ഞാൻ ശരിയാക്കി തരാം. അതിന് ശ്യാമ മാഡത്തെ വെറുതെ ബുദ്ധിമുട്ടിക്കണോ? താങ്ക് യു മാഡം. മാഡം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ ഞാൻ പിന്നെ എന്തിനാ ശ്യാമ മാഡത്തിനെ കാണാൻ പോകുന്നത്? ഞാൻ ഒരു കാരണവശാലും പോവില്ല. എങ്കിലും കുട്ടി പോയിക്കോളൂ. ശ്യാമയും രാധികയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അതുറപ്പാ. അവൾ എന്തിനാ അടുത്ത് രണ്ടാമത് കയറി വന്നത്? ആ ചോദ്യം ചോദിക്കാൻ തന്നെ ആയിരുന്നില്ലേ? എനിക്കും അങ്ങനെ തോന്നിയത്. അവളത് രാധികയോട് പറയൂന്നോ? അറിഞ്ഞൂടാ. ഇതുവരെ രഹസ്യമാക്കി വെച്ചതൊക്കെ പരസ്യമാവാൻ പോവാണോ? അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. അല്ലാതെ പ്രളയം വരുന്നു എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ? ഒരമ്മ മോളെ സ്നേഹിക്കുന്ന കാര്യമല്ലേ, അല്ലാതെ വേറെ ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ.